ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്നൊരു മാങ്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി എടുത്ത് ചട്ടിയിലോട്ട് സവോള, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വിനാഗിരി, വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഉടയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മസാലയിൽ യോജിപ്പിച്ച ശേഷം നമ്മൾ തേങ്ങാപ്പാലിൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഗ്യാസിലോട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അവിടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വെന്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റലമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മാങ്ങക്കറി അപ്പം തന്നെ കഴിക്കരുത്. നമ്മൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിലാണ് മാങ്ങക്കറിയുടെ യഥാർത്ഥത്തിലുള്ള രുചി നമുക്കറിയാൻ പറ്റുള്ളൂ. നല്ല കുറുകി നല്ല രുചികരമായിട്ടൊരു മാങ്ങക്കറി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണും വരെ ബായ്.